അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം. അതിൽ 17-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം മുതൽ 32-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ആ ഭാഗം പാരായണം ചെയ്യണം. ശുക ഉവാച യദർത്ഥമാഗതോസ്മ്യത്ര തൽപ്രാപ്തം വചനാത്തവ വിദേഹനഗരം ദ്രഷ്ടും പ്രവേശോ യത്ര ദുർലഭ. മോഹോയം മമ ദുർബുദ്ധേ സമുല്ലംഘ്യ ഗിരിദ്വയം രാജാനം ദ്രഷ്ടുകാമോഹം പര്യടൻ സമുപാഗത. വഞ്ചിതോഹം സ്വയം പിത്രാ ദൂഷണം കസ്യ ദീയത്തെ ഭ്രാമിതോഹം മഹാഭാഗ കർമ്മണാ വാ മഹീതലേ. ധനാശാ പുരുഷസ്യേഹ പരിഭ്രമണകാരണം സാമേ നാസ്തി തഥാപ്യത്ര സംപ്രാപ്തോസ്മി ഭ്രമാത് കില. നിരാശസ്യ സുഖം നിത്യം യദി മോഹേന മജ്ജതി നിരാശോഹം മഹാഭാഗ മഗ്നോസ്മിൻ മോഹസാഗരേ. ക്വമേരുർമിഥിലാക്വേയം പദ്ഭ്യാം ച സമുപാഗത പരിശ്രമഫലം കിം മേ വഞ്ചിതോ വിധിനാ കില. പ്രാരബ്ധം കില ഭോക്തവ്യം ശുഭം വാപ്യഥവാ ശുഭം
ഉദ്യമസ്തദ്വശേ നിത്യം കാരയത്യേവ സർവധാ ന തീർത്ഥം ന ച വേദോത്ര യദർത്ഥമിഹ മേ ശ്രമ അപ്രവേശപുരേ ജാതോ വിദേഹോ നാമ ഭൂപതി ഇത്യുക്ത്വാ വിരരാമാശു മൗനീഭൂത ഇവ സ്ഥിതാ ജ്ഞാതോ ഹി പ്രതിഹാരേണ ജ്ഞാനി കശ്ചിദ്വിജോത്തമ സാമപൂർവമുവാചാസൗ തം ക്ഷത്താ സംസ്ഥിതം മുനിം ഗച്ഛ ഭോ യത്ര തേ കാര്യം യഥേഷ്ടം ദ്വിജസത്തമ അപരാധോ മമ ബ്രഹ്മൻ യന്നിവാരിതവാനഹം തൽക്ഷന്തവ്യം മഹാഭാഗ വിമുക്താനാം ക്ഷമാബലം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 22 മുതൽ 32 കൂടിയുള്ള ശ്ലോകങ്ങൾ, ആ ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഇത് സാക്ഷാൽ ശ്രീശുകന്റെ വാക്കുകളാണ്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എന്തിനാണോ ഞാൻ വന്നത്, അക്കാര്യം നിൻ വാക്കിൽ നിന്നും എത്രയും ഭംഗിയായി ഞാൻ മനസ്സിലാക്കി. എത്രയും ദുർലഭമാണു വിദേഹ നഗരത്തിലായി പ്രവേശിക്കുകയെന്നതും മനസ്സിലായി. ദുർബുദ്ധിയാമെൻ്റെ ഒരു ദുരാഗ്രഹം മാത്രമിത് ഇരു പർവ്വതങ്ങൾ താണ്ടി വന്നുവെന്നതും. പിതാവിനാൽ വഞ്ചിതനായി ആരെ കുറ്റം പറയും ഞാൻ. മമ കർമ്മഫലമെന്നെ ചുറ്റിപ്പിക്കുന്നു. ധനാശയാൽ മനുഷ്യരോ അത്യധികം ഭ്രമിക്കുന്നു. ധനാശയില്ല എങ്കിലും ഞാനും അതുപോൽ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മോഹത്തിൽ മുഴുകുന്നില്ലേൽ ആശയില്ലാത്തവൻ സുഖി. ആശയില്ലാത്തവൻ ഞാനും മോഹമഗ്നൻ താൻ. മഹാമേരു എവിടെയോ, വിധിലയും എവിടെയോ, മമ പരിശ്രമത്തിൻ്റെ ഫലവുമെന്ത്. നടന്നു ഞാനിവിടേക്കു എത്തി എന്നെ വിധിബലം നല്ല പോലെ വഞ്ചിച്ചിരിക്കുന്നു നിശ്ചയം. ശുഭമോ അശുഭമോ ആയിട്ടുള്ളതാ പ്രാരബ്ധങ്ങൾ
അനുഭവിക്കുക തന്നെ വേണം നിശ്ചയം. പ്രാരബ്ധം മാനവനെ ഓരോന്നു ചെയ്യിച്ചിടുന്നല്ലോ, സകലതും അതിൽ കീഴ്പ്പെട്ടിരിക്കുന്നല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എന്തിനായിരുന്നുവെന്റെ പരിശ്രമമെല്ലാം കഷ്ടം, ഇവിടെ തീർത്ഥവുമില്ല വേദവുമില്ല. വിദേഹരാജനായുള്ള ജനക മഹാരാജന്റെ പുരത്തിലേക്കു പ്രവേശം ഇല്ല നിശ്ചയം. ഇങ്ങനെ പറഞ്ഞു ശുഗൻ മൗനിയായി കാവൽക്കാരൻ, ഇദ്ദേഹം ജ്ഞാനിയാണെന്നു മനസ്സിലാക്കി. അനുനയപൂർവം ചൊല്ലി വിപ്രോത്തമാ അവിടുന്നു, ആവശ്യമുള്ളിടത്തേക്കു പോയാലും മുതാ. അങ്ങയെ തടഞ്ഞോരെന്നിൽ അപരാധം പൊറുക്കണേ, വിമുക്തർക്കു ക്ഷമയാണു ബലമെന്നല്ലോ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളീ ശരണം, ഭദ്രകാളീ ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാമാംബികേ. അമ്മയെ അറിയാൻ എന്ന ഈ ആത്മീയ സപര്യ ദേവീഭാഗവത ജ്ഞാനയജ്ഞം ഇന്ന് 88ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 17ാമത്തെ അധ്യായത്തിൽ 22ാമത്തെ ശ്ലോകം മുതൽ 32 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇപ്പം ഇവിടെ ശുകനെ തടഞ്ഞു നിർത്തി എന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെ നിർത്തിയത് അങ്ങനെയാണ്. മിഥിലയുടെ ഗോപുരദ്വാരത്തിലെത്തിയ വ്യാസപുത്രനായ ശ്രീശുഖബ്രഹ്മർഷിയെ അവിടുത്തെ കാവൽക്കാർ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ കുലത്തെക്കുറിച്ചും അങ്ങ് വന്ന കാര്യം എന്താണെന്നും എന്നോട് പറഞ്ഞതിന് ശേഷം അങ്ങക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പൊക്കോളൂ, വിരോധമില്ല. പക്ഷെ അത് പറയാതെ ആരെയും അകത്തേക്ക് കടത്തിവിടാൻ സാധിക്കില്ല. അയാൾ പറഞ്ഞപ്പോൾ ശ്രീശുഖബ്രഹ്മർഷി അതുവരെ മിണ്ടാതിരുന്നു. അപ്പോൾ പറയാൻ തുടങ്ങി, യഥർത്ഥമാഗതോസ്മ്യത്ര തൽപ്രാപ്തം വചനാത്തവ. ഞാൻ എന്തിനാണോ ഇങ്ങോട്ട് വന്നത്, അത് എനിക്ക് ആ കാര്യം നിന്റെ വാക്കിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ വിദേഹനഗരം ദ്രഷ്ടും പ്രവേശോ എത്ര ദുർലഭ. ഈ വിദേഹനഗരം കാണാൻ തന്നെ വലിയ
ബുദ്ധിമുട്ടാണ്, ദുർലഭമാണ് ആ പ്രവൃത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സത്യത്തിൽ മോഹോയം മമ ദുർബുദ്ധേ, ദുർബുദ്ധിയായ എൻ്റെ മോഹം, എൻ്റെ ദുരാഗ്രഹം സമുല്ലംഘ്യ ഗിരിദ്വയം രാജാനം ദ്രഷ്ടുകാമോഹം പര്യടൻ സമുപാഗത. ഈ മിഥിലയുടെ രാജാവിനെ കാണാൻ വേണ്ടി ഞാൻ എന്തു ചെയ്തു? സമുല്ലംഘ്യ ഗിരിദ്വയം, 2 പർവ്വതങ്ങൾ താണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് തന്നെ. ഏറെ ദൂരം നടന്നു. മേരുപർവ്വതം 2 വർഷം കൊണ്ടും ഹിമാലയ പർവ്വതം 1 വർഷം കൊണ്ടും ആണ് ഞാൻ നടന്ന് കയറി കടന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? രാജാവിനെ കാണാൻ. രാജാനം ദ്രഷ്ടുകാമോഹം വഞ്ചിതോഹം സ്വയം പിത്ര ദൂഷണം കസ്യ ദീയത്തെ ഭ്രാമിതോഹം മഹാഭാഗ കർമ്മണാവാ മഹീതലെ. പിതാവിനാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു. ആരെയാണ് ഞാൻ കുറ്റം പറയുക? അച്ഛനെ കുറ്റം പറയണോ? വേണ്ട. കാരണം ഭൂമിയിലെ എൻ്റെ കർമ്മം തന്നെയാവും എന്നെ ഇങ്ങനെ ചുറ്റിപ്പിക്കുന്നത്. ഭ്രാമിതോഹം മഹാഭാഗ കർമ്മണാവാ മഹീതലെ. സത്യത്തിൽ ഇങ്ങനെയുള്ള ഈ ചുറ്റിത്തിരിയൽ, ഈ വട്ടം തിരിയൽ ആർക്കാ ഉണ്ടാവുക? ധനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. ധനാശാ പുരുഷസ്യേഹ പരിഭ്രമണ കാരണം. ഈ ചുറ്റിത്തിരിയലിന്, വട്ടം കറങ്ങുന്നതിന് കാരണം ഓരോരുത്തരിലുമുള്ള ധനത്തിലുള്ള ആഗ്രഹമാണ്. അപ്പൊ ഈ ധനത്തിൽ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വട്ടം ചുറ്റലുകൾ ആവശ്യമായിട്ട് വരും. എന്നെ സംബന്ധിച്ചിടത്തോളം സാമേ നാസ്തി തഥാപ്യത്ര. എനിക്കാണെങ്കിൽ ധനത്തിൽ ലവലേശം ആഗ്രഹമില്ല. പക്ഷേ സംപ്രാപ്തോസ്മി ഭ്രമാത്കില, ഭ്രമം കൊണ്ട് ഞാനും ഇവിടെ എത്തി, അല്ലേ? അപ്പൊ എനിക്കും ധനത്തിലുള്ള ആഗ്രഹമാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്ന് എനിക്കറിയാം. പക്ഷേ ധനത്തിൽ ആഗ്രഹമില്ലാത്ത എനിക്കും ഇതിന് ഇങ്ങനെ ചുറ്റിത്തിരിയേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ എൻ്റെ കർമ്മഫലമാവാനാണ് സാധ്യത. നിരാശസ്യ സുഖം നിത്യം യതി മോഹേന മജ്ജതി. മോഹത്തിൽ മുഴുകുന്നില്ലെങ്കിൽ, യതി മോഹേന മജ്ജതി, അതിൽ മുങ്ങുന്നില്ലെങ്കിൽ നിരാശസ്യ സുഖം നിത്യം. നിരാശൻ എന്ന് വെച്ചാൽ ആശയില്ലാത്തവൻ. അങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും സുഖമാണ്. എനിക്ക് ആശയില്ല. നിരാശോഹം മഹാഭാഗ, ഞാൻ നിരാശനാണ്. എങ്കിലും മഗ്നോസ്മിൻ മോഹസാഗരെ, ഞാൻ ഈ മോഹസമുദ്രത്തിൽ ദാ മുഴുകിയിരിക്കണു, അതിൽ മുങ്ങിപ്പോയിരിക്കുന്നു. ക്വമേരുർ മിഥിലാക്വേയം പദ്ഭ്യാം ച സമുപാഗത. ഈ മേരു എവിടെ? ഈ മിഥില എവിടെ? നടന്നു തന്നെ ഇവിടെ ഞാൻ എത്തി. പരിശ്രമഫലം കിമ്മേ വഞ്ചിതോ വിധിനാക്കില്ല. ഈ പരിശ്രമം കൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടായത്? വിധി എന്നെ വഞ്ചിച്ചിരിക്കുന്നു. ശ്രീ ശുബ്രഹ്മർഷി പറയാണ്, പ്രാരബ്ധം കില ഭോക്തവ്യം ശുഭം വാപ്യ അഥവാ അശുഭം ഉദ്യമസ്തദ്വശേ നിത്യം കാരയത്യവ സർവഥ. ശുഭമായാലും അശുഭമായാലും പ്രാരബ്ധം അനുഭവിക്കുക തന്നെ വേണ്ടിവരും. ഉദ്യമസ്തദ്വശേ നിത്യം, പ്രാരബ്ധമാണ് മനുഷ്യനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. ഏത് ഉദ്യമവും അതിന് ആ കീഴ്പ്പെട്ടിരിക്കണമെന്നാണ്. ഉദ്യമസ്തദ്വശേ നിത്യം കാരയത്യവ സർവഥ. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രാരബ്ധം കൊണ്ട് മാത്രമാണ്. ന തീർത്ഥം ന ച വേദോത്ര യദർത്ഥമിഹ മേ ശ്രമ അപ്രവേശ പുരേജാതോ വിദേഹോ നാമ ഭൂപതി. എന്തിനായിരുന്നു എൻ്റെ ഈ പരിശ്രമം മുഴുവൻ? ഞാൻ ഈ വിദേഹത്തിൻ്റെ രാജാവായ ജനകനെ കാണാൻ വേണ്ടിയിട്ട്, അല്ലേ? ഇവിടെ തീർത്ഥവുമില്ല, വേദവുമില്ല. വിദേഹ രാജാവിൻ്റെ ആ പുരത്തിലേക്ക്, നഗരിയിലേക്ക് പ്രവേശനവും ഇല്ല. ഇത്യുക്ത്വാ വിരരാമാശു മൗനീഭൂത ഇവസ്ഥിത ജ്ഞാതോ ഹി പ്രതിഹാരേണ ജ്ഞാനി കശ്ചിത് ദ്വിജോത്തമ. ഇങ്ങനെ പറഞ്ഞു നിർത്തിയിട്ട് ആ ശിശു ബ്രഹ്മർഷി പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും അവസാനത്തിൽ ഇദ്ദേഹം മൗനം അവലംബിക്കണതും കണ്ടപ്പോൾ ഈ കാവക്കാരന് മനസ്സിലായി, ഏതോ ജ്ഞാനിയായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് ഇദ്ദേഹം എന്ന് കാവക്കാരന് മനസ്സിലായി. സാമപൂർവം ഉവാചാസൗ. അങ്ങനെ തം ക്ഷത്താ സംസ്ഥിതം മുനിം ഗച്ഛഭോ എത്ര തേ കാര്യം യഥേഷ്ടം ദ്വിജസത്തമ. അങ്ങനെ ആ മുനിയുടെ അടുത്ത് ഈ ദ്വാരപാലകൻ പറഞ്ഞു, അങ്ങ് ഹേ ബ്രാഹ്മണോത്തമ,
അങ്ങക്ക് എവിടേക്കാണോ പോകേണ്ടത് ആ സ്ഥലത്തേക്ക് അങ്ങ് പൊക്കോളൂ, ഞാൻ തടയുന്നില്ല. കാരണം അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥ ധർമ്മത്തെ പ്രതിപാദിക്കുന്നതാണ്. അപ്പം അങ്ങ് ധർമ്മിഷ്ഠനാണ്, ശ്രേഷ്ഠനാണ്, വേദപാരംഗതനാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് യഥേഷ്ടം അങ്ങ് പൊക്കോളൂ. ഗച്ഛഭോ യത്ര തേ കാര്യം യഥേഷ്ടം ദ്വിജസത്തമ. അങ്ങയുടെ ഇഷ്ടം പോലെ എവിടേക്ക് വേണമെങ്കിൽ പോവാം. അപരാധോ മമ ബ്രഹ്മൻ എന്നിവാരിതവാനഹം. ഞാൻ അങ്ങയെ തടഞ്ഞില്ലേ, അത് ചെയ്ത എന്നോട് എൻ്റെ അപരാധത്തെ പൊറുക്കണേ. തൽക്ഷന്തവ്യം മഹാഭാഗ. എന്നോടത് പൊറുക്കണം, ക്ഷമിക്കണം, മാപ്പാക്കണം. കാരണം എന്താ? വിമുക്താനാം ക്ഷമാബല. വിമുക്തന്മാർക്ക്, ഈ സംസാരസാഗരത്തിൽ നിന്ന് വിമുക്തി നേടിയ ആളുകൾക്ക്, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ജ്ഞാനികൾക്ക് എന്നും അവരുടെ ബലം, അവരുടെ ശക്തി എന്ന് പറയുന്നത് ക്ഷമയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങയെ തടഞ്ഞു, അങ്ങ് ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എനിക്കും ചില കാര്യങ്ങൾ മനസ്സിലായി. അങ്ങ് മഹാശ്രേഷ്ഠനാണെന്നും ജ്ഞാനിയാണെന്നും ഞാൻ തിരിച്ചറിയണു. അതുകൊണ്ട് തന്നെ അങ്ങക്ക് ഇനി എങ്ങോട്ട് പോകണം എന്നുണ്ടോ അങ്ങോട്ട് അങ്ങക്ക് പോവാം. ആരും അങ്ങയെ തടയുകയില്ല. വേണ്ടതുപോലെ ചെയ്തോളൂ, അങ്ങയുടെ ഇഷ്ടം പോലെ, അങ്ങയുടെ യുക്തം പോലെ ചെയ്യൂ എന്ന് ആ കാവൽക്കാരൻ പറയുന്ന ശ്ലോകം 32-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ ശ്രീശുകൻ നൽകുന്ന മറുപടി, ആ മറുപടിക്ക് ആ കാവക്കാരൻ്റെ മറുപടി, അങ്ങനെ അവർ തമ്മിലുള്ള സംവാദങ്ങളൊക്കെയാണ് നമുക്ക് നാളെ കേൾക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ ഈ ആത്മീയ സപര്യ അനുദിനം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ അക്ഷര പുഷ്പാഞ്ജലി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.